വികാസേ പറ. സത്താറെ ഇത് കണ്ട ഇല്ല. എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? തളർന്നിരിക്കുന്ന ഒരുത്തനല്ലടാ, വളരാൻ അനുവദിച്ചൂടെ നമുക്ക്? ഓന്റെ ഒരു കമ്പാക്ക് പരിപാടിയല്ലടാ, ഒന്ന് കണ്ടോക്കാം. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. ചേട്ടന് മനസ്സിലായില്ലേ? ഇല്ല. എടാ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മലേ ഇല്ല. ആരാ? കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. അല്ല അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് കറന്റ് സെനാറിയോയില് റെലവെന്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് ഇതിന്റെ ഇൻട്രോ. നിങ്ങളത് കേട്ടോ? ഇത് കേട്ടോ? ഇതൊക്കെയാണ് ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. എവിടെ നോക്കിയാലും എന്റെ മുഖമായിരിക്കുമെന്ന്. സത്യമല്ലേ? ഇപ്പൊ റീലും വാർത്തയിലും ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേക വൈഭവം അയാൾക്കുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ഹെവിയാ. അതെന്താ റഹ്മാനാണ് ചെയ്തേക്കണേ? അല്ല, ഗോപി സുന്ദർ. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടു തള്ളിയോ? നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. I will take you to the miraculous universe of the most wanted person you're searching for. റെഡിങ് എക്സ്പീരിയൻസ് നിർത്തണ്ടല്ലോ. സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡിങ് സെറ്റിൽ എന്റെ മണ്ടി മോന്ത പിടിച്ചു. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല, അളിയൻ ദയവ് ചെയ്ത് കൂതറയാ വരുന്നത്. ഇത് ഞാൻ കലക്കും. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ്. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. ഒറിജിനൽ. Just remember that. വീണ്ടും സന്ധിക്ക് വരയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. മോനെ, ഏതാ സാധനം? കണ്ടില്ലേ കാണികള് ത്രില്ലടിച്ച് നിക്കണേ. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. അമ്മാമേ, സംതിങ് ഫിഷി. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൺ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. എന്നാൽ മാറ്റടാ ഗിയർ. മാറ്റി. എന്റെ പൊണ്ണു എന്ത് കിട്ടുവാണല്ലേ? എന്താണ് കാണിക്കണം? ഇതൊന്നും അല്ല. ഇനി പറയാൻ പോകുന്ന ആളാണ് പേരിൽ ഏറ്റവും അപകടകാരി. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. എന്റെ അമ്മോ, നോക്കിയടാ രോമ എഴുന്നേക്കുന്നത്. എന്റെ പൊന്നാളിയാ. എങ്ങനെയുണ്ടോ? എന്താ പറയേണ്ടത്? മാസ്, അടാറ്, തീപ്പൊരി എന്നൊക്കെ പറയേണ്ടി വരുന്നു. ഇനി ഒന്നും വേണ്ട, ഇത്ര കിട്ടിയാ മതി. ഇതായിരുന്നു കാത്തിരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തു. മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ട്. ഇനിയാണ് എന്റെ ഷോ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. രണ്ടായാലും സംഗതി കലക്കി കാണാനൊരു ഹറുണ്ട്. இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா?